നമ്മുടെ നാഷണൽ ഹൈവേ പണി പൂർത്തിയായാൽ GPS സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ടോൾ ഗേറ്റുകൾ വരുന്നു എന്ന് നമ്മൾ കേട്ടു. അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് ചർച്ച ചെയ്യാണ് ഇവിടെ. ഒരുപാട് സൗകര്യങ്ങൾ വരുന്നുണ്ട്, അതോടൊപ്പം ചെറിയൊരു ഭീഷണിയും ഉണ്ട്. അതൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഇന്ന് പ്രവർത്തിക്കുന്ന ടോൾ ഗേറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഒരു NFC എന്ന് പറയുന്ന നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ്, ഇത്തരം കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. അഥവാ നമ്മുടെ മെട്രോ കാർഡൊക്കെ ആ സിസ്റ്റത്തിലാണ്. കൊച്ചി മെട്രോ കാർഡാണ് ഈ കാണുന്നത്. ഇത്തരം മെട്രോ കാർഡുകളൊക്കെ ഈ ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയൊക്കെ കാണാം ഇങ്ങനെ ഒരു സിമ്പൽ, ഒരു വയർലെസ് സിമ്പൽ. ഇത് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന സിമ്പൽ. ഇത് വൈഫൈ ഇനേബിൾഡ് എന്നൊക്കെ പറയും. ബാങ്ക് കാർഡിലൊക്കെ ഉണ്ടാവും കേട്ടോ. എന്താ ഇത് എൻ്റെ ഒരു ബാങ്കിൻ്റെ കാർഡാണ്. ആ ബാങ്കിൻ്റെ എല്ലാവരും ഓൾമോസ്റ്റ് ഇന്ന് ഇറങ്ങുന്ന മിക്ക ടച്ച്ലെസ് അല്ലെങ്കിൽ കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഇടപാടുകൾ നടത്തുന്ന ബാങ്ക് കാർഡ്, ATM കാർഡൊക്കെ ഇപ്പം ഇങ്ങനെയാണ്. ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സിമ്പൽ വന്നാൽ ഇതിനെ NFC നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉള്ള കാർഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിദ്യ ഉപയോഗിച്ചാണ് ഇന്ന് ഫാസ്ടാഗ് എന്ന് പറയുന്ന ടോൾ ഗേറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഈ ഫാസ്ടാഗ് ഒരു സ്റ്റിക്കർ സ്റ്റൈലിലാവും. ഇതിനകത്ത് ഇതൊരു PVC മൊഡ്യൂൾ, ഇതൊരു സ്റ്റിക്കറായിട്ടും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ച് വെച്ചാൽ സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്തതിൻ്റെ ഒരു ആപ്പ് ഉണ്ടാവും. ആപ്പിൽ നമ്മുടെ ക്യാഷ് എത്രയാണോ ബാലൻസ് ബാങ്കുമായി ബന്ധപ്പെടുത്തിയാൽ മതി. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാർഡ് റീഡ് ചെയ്യും. പക്ഷെ ഇവിടെ എൻ്റെ ഒരു ടെക്നിക്കൽ സാധാരണക്കാർക്ക് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്യണം. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇതൊരു ട്രാൻസ്മിറ്റർ റിസീവറും ഒന്ന് വെച്ചാൽ ഇതൊരു ഹാർഡ്വെയർ യൂണിറ്റ് ആണ് ഇതിനകത്ത്. ഇത് വെറും സോഫ്റ്റ്വെയർ അല്ല, ഇതിനൊരു ഹാർഡ്വെയർ ഉണ്ട്. ഇതിനകത്ത് മൈക്രോ കൺട്രോളറൊക്കെ ഉണ്ട്, ചിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്രവർത്തിക്കാനുള്ള വൈദ്യുതി എവിടെ നിന്ന് കിട്ടും? ഇതൊരു സിം ആണെങ്കിൽ സിം നമ്മുടെ മൊബൈലിലാണ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതുവഴി വൈദ്യുതി കിട്ടും. ഇതൊരു ചിപ്പാണ്. പക്ഷേ വേറെ ഇതിലേക്ക് ഒരു ഒന്നും ഇൻസേർട്ട് ചെയ്യാതെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പേയ്മെന്റ് ഇടപാടുകൾ നടക്കുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അഥവാ നമ്മുടെ വയർലെസ് ഫോൺ എങ്ങനെ ചാർജ് ആവണത്? ആ വയർലെസ് ഫോണിൻ്റെ അടുത്ത് ചാർജർ ഇങ്ങനെ വെക്കുമ്പോഴാണല്ലോ ചാർജ്. അതേപോലെ ഈ യൂണിറ്റ് ഇതിൻ്റെ ഒരു റീഡറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. വൈദ്യുതി ഇങ്ങനെ വയർലെസ് ആയി അയക്കുന്നുണ്ട്. അങ്ങനെ അയക്കുമ്പോൾ ഇതിലേക്ക് വൈദ്യുതി കിട്ടുകയും ഇത് ഇനേബിൾ ആവുകയും പ്രവർത്തിക്കുകയും അങ്ങനെ ഇതിനകത്തുള്ള കോഡുകൾ എന്താണോ ഡാറ്റ അത് ആ എക്യുപ്മെൻസിലേക്ക്, പവർ തന്ന എക്യുപ്മെൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടെ അത് റിസീവ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് NFC എന്ന് പറയുന്ന നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. ഇങ്ങനെയാണ് ഇന്ന് ഫാസ്ടാഗുകളൊക്കെ പ്രവർത്തിക്കുന്നത്. പേയ്മെൻറ്റ് ഇടപാടുകൾ നടത്തുന്ന ഒട്ടുമിക്ക ടെക്നോളജിയും ഇന്ന് വയർലെസ് ആയി പ്രവർത്തിക്കുന്നത് NFC എന്നാണ്. ഈ ഒരു വിദ്യ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിനകത്തുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഇതേപോലെ വയർലെസ് ആയി നമുക്ക് വെറുതെ ഫോൺ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പേയ്മെൻറ്റ് ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചാൽ നടക്കും. ഇങ്ങനെയാണ് ഫാസ്ടാഗ് വർക്ക് ചെയ്യുന്നത്. ഇത്തരം കാർഡുകൾ രണ്ട് ടെക്നോളജി വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് RFID, മറ്റൊന്ന് NFC. RFID എന്ന് പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു കാറിനെ ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ ഡോറിനെ എനിക്ക് തുറക്കാനും അടയ്ക്കാനും പേയ്മെൻറ്റ് ഇടപാടുകൾ അല്ലാത്ത മേഖലയിൽ ഒരു വയർലെസ് ഓപ്പറേഷൻ സാധ്യമാകുന്ന വൺ വേ കമ്മ്യൂണിക്കേഷനാണ് RFID. NFC എന്ന് പറയുന്നത് 2 വേ ആണ്. ഡാറ്റ എടുക്കുകയും ഡാറ്റ കൊടുക്കുകയും ചെയ്യാം. ഇതിനകത്തുനിന്ന് ഡാറ്റ അയക്കൽ മാത്രമാണ്, സെൻഡിങ് മാത്രമാണ്, റിസീവിംഗ് ഇല്ല. ഏതിൽ? RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിറ്റി. പിന്നെ NFC-ക്ക് വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്തിട്ടുള്ള 10 സെൻറ്റിമീറ്റർ വരെ ഇതിൻ്റെ ലിമിറ്റ് ഇതിൻ്റെ അകലം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ? ദൂരം നമ്മളെ ബാങ്കിൻ്റെ പൈസ ഒന്നും നമ്മളെ പോക്കറ്റിൽ നിന്ന് പോകാൻ പാടില്ലല്ലോ. ആരെങ്കിലും കൃത്രിമമായി ഒരു ഉപകരണം ഉണ്ടാക്കി നമ്മുടെ പൈസ അടിച്ചു മാറ്റുന്നത് നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ അടുത്തൊരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു പേയ്മെൻറ്റ് ഇടപാട് നടക്കും. ബാങ്കിങ് കാര്യങ്ങളൊക്കെ നടക്കൂ. NFC, ഈ ടോള് ഇടപാട്, പണമിടപാടുകളൊക്കെ നടക്കുള്ളൂ. RFID-ക്ക് അത്രയല്ല. ഒരു ഗേറ്റ് തുറക്കാൻ നമുക്കൊരു പക്ഷേ കുറച്ച് നല്ലൊരു ഡിസ്റ്റൻസ് ആണെങ്കിലും കിട്ടും. അതേപോലെ ഈ ടെക്നിക്കാണ് സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ ബില്ലടിക്കാതെ അവിടുന്ന് പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും. ആ ഗേറ്റിനുള്ളിൽ കൂടിയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ അവർ പിടിക്കും നമ്മളെ. കാരണം എന്താ? പേയ്മെൻറ്റ് അടച്ചിട്ടില്ല. അതിനൊക്കെ RFID ടെക്നോളജിയാണ്. അത്തരം ടാഗുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വൺ വേ ആണ്. ഒരു പ്രത്യേക കോഡാണ്. 20ഓളം ഡിജിറ്റ് കോഡ് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇതങ്ങനെ സെൻഡ് ആവും. ഇതിൻ്റെ വൈദ്യുതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ RFID, NFC രണ്ട് ടെക്നോളജിയാണ്. NFC ആണ് നമ്മുടെ ടോൾ ഗേറ്റുകളിലും ബാങ്ക് ഇടപാടുകളിലും ഉപയോഗിക്കുന്ന NFC ആണ്. ഇനി നമുക്ക് സാറ്റലൈറ്റ് സിസ്റ്റത്തിലേക്ക്, ഈ കാർഡ് ഒന്നുമില്ലാതെ, ടോൾ ഗേറ്റ് പോലും ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കുന്നു? അതിനുവേണ്ടി GNSS, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, 10-20ഓളം സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ അങ്ങ് ആകാശത്ത് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് അതിൻ്റെ കൃത്യമായ ഡാറ്റ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ റിസീവ് ചെയ്യാൻ നമ്മുടെ മൊബൈൽ ഫോണിൽ GPS റിസീവറുകളുമുണ്ട്. മിക്ക മൊബൈൽ ഫോണുകളിലും ഇന്ന് GPS ആ സിഗ്നൽ സ്വീകരിക്കാനുള്ള സംവിധാനമുണ്ട്.
അത് സ്വീകരിക്കണമെങ്കിൽ അതിന് നല്ലൊരു റിസീവർ വേണം, അതിന് നല്ലൊരു ബാറ്ററി വേണം. ആ ബാറ്ററി പവർ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എടുക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് GPS സാങ്കേതിക വിദ്യ നടത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇതിൽ ബാറ്ററി ഇല്ല. സാറ്റലൈറ്റിൽ നിന്നും അങ്ങനെ ഒരു പവർ ഒന്നുകൊണ്ട് വരുന്നില്ല. മാത്രമല്ല ആ പവർ പോരാ, ഇതിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്തൊരു ബാറ്ററി തന്നെ വേണം. അപ്പം ഒരു ചെറിയ ഡിവൈസ് ഇനി മാർക്കറ്റിലുണ്ട്, GPS റിസീവർ. അതിനകത്ത് നമ്മുടെ ഈ കാർഡോ സ്റ്റിക്കറോ ഒരു ആപ്ലിക്കേഷനോ ബിൽഡ് ചെയ്താൽ ഓക്കെ, തീർന്നു. നമുക്ക് ഒരു മൊബൈൽ ഇല്ലാതെ തന്നെ ആ ഡിവൈസ് നമ്മുടെ കാറിൽ വെച്ചാൽ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് ടോൾ, അതിലൂടെ പാസ് ചെയ്യാം. ആരും വേണ്ട, ടോളേ വേണ്ട, ഗേറ്റേ വേണ്ട, അങ്ങനെ ഒരു ഓഫീസേ വേണ്ട. ഇന്ത്യയിൽ എവിടെയും നമുക്ക് ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ കട്ടാവും. മിനിമം ചാർജ് അങ്ങനെ ഒരു സിസ്റ്റേ ഇല്ല. 100 രൂപയ്ക്ക് ഒരു ടോൾ കാർഡ് എടുത്തിട്ട് നമുക്ക് 100 കിലോമീറ്റർ യാത്ര ചെയ്യാമെങ്കിൽ വെറും 10 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താലും ഈ 100 രൂപയുടെ ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ 100 രൂപയുടെ ടോൾ ചാർജ് ഈടാക്കും. വെറും 10 കിലോമീറ്റർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും വീണ്ടും ഒരു 100 രൂപ ഇങ്ങോട്ടും കൊടുക്കണം. അങ്ങനെ 10-15 കിലോമീറ്റർ പോലും 100-200 കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഈ നിലവിലെ NFC ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫാസ്ടാഗ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ. നേരെ മറിച്ച് GPS ആണെങ്കിലോ ആ ഗേറ്റും വേണ്ട, ഒന്നും വേണ്ട. എത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് അത്ര പൈസ നമുക്ക് കട്ടായി പോകും. കാരണം നേരെ സാറ്റലൈറ്റിൽ നിന്നും സിഗ്നൽ കിട്ടും. അത് പ്രോസസ്സ് ചെയ്ത് സോഫ്റ്റ്വെയറിലൂടെ നമ്മുടെ ബാങ്കിൽ പോയി 5 രൂപ 10 രൂപ ആയ 100 കിലോമീറ്റർ പോയിട്ടുള്ളൂ. ഒരു നല്ല സൗകര്യമാണ്, ഒരുപാട് പണം ലാഭിക്കാം. പക്ഷേ ചെറിയൊരു ഭീഷണിയുണ്ട്. എന്താണ് ആ ഭീഷണി എന്നല്ലേ? നമ്മുടെ വണ്ടി എവിടെയാണെന്ന് ആർക്കും ട്രാക്ക് ചെയ്യാം. ആർക്കും മീൻസ് ആ വിദ്യ ഒരുക്കിയ ആർക്കും ഒക്കെ പുറത്തേക്ക് ലീക്കാകും. നമ്മുടെ എല്ലാ ഡാറ്റയും പുറത്തു പോയ പോലെ കാറിന്റെ വേഗത, കാർ എവിടെയാണ് നിർത്തിയിട്ടത്, കാറിൽ എത്ര ആൾക്കാർ വെയിറ്റ് ഉണ്ട്, എത്ര വേഗത്തെ പോണേ, അതിലെത്ര പെട്രോൾ ഉണ്ടെന്ന് വരെ. മീൻസ് ഇനിയൊക്കെ ഇലക്ട്രിക്കൽ കാറുകളിലേക്ക് വരുമ്പോൾ ഫുൾ ഇൻഫോർമേഷനും കാറിന്റെ മൊത്തം വിവരവും മറ്റുള്ളവർക്ക് ട്രാക്ക് ചെയ്ത് അടിച്ചു മാറ്റാൻ പറ്റുമെന്നാണ് ഒരു കുഴപ്പം. അതൊരു കുഴപ്പമാണ്. 50 വേഗത ലിമിറ്റ് ചെയ്ത് കൊടുത്ത് നമ്മളൊരു 100-ൽ പോയാൽ പോലീസ് നമ്മളെ പിടിക്കും. നമ്മളെ ട്രാക്കിൽ അത് വരും, ബില്ല് ഇങ്ങനെ വരും, ഫൈൻ നോട്ടീസ് ഇങ്ങനെ വരും. ഇയാള് ഈ 30 വേഗതയിൽ ഒരു ടൗണിലൂടെ പോകേണ്ട ഒരു വണ്ടിയായിരുന്നു, നിങ്ങൾ അതിലൂടെ 40 വേഗതയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് 2024 ജനുവരി 25-ാം തീയതി ഉച്ചക്ക് 12 മുതൽ 12:35 വരെ ഡാഷ് ദിക്കിൽ നിന്നും ഡാഷ് ദിക്കിലേക്ക് 30 വേഗതയാണ്, നിങ്ങൾ എന്തിനാ 40 പോയത്? അതുകൊണ്ട് ഒരു 500 രൂപ ഫൈൻ. ബാങ്കിൽ നിന്ന് കാശ് ഇങ്ങനെ വേറെയും പോകൂലേ? പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ നിയമം പാലിക്കൂലേ? അതുകൊണ്ട് 2 വശങ്ങളുണ്ട് ഇതിന്. വരട്ടെ. ഏതായാലും GPS-നെ 2 കൈയും കെട്ടി നമുക്ക് സ്വീകരിക്കാം. ഇൻഷാ അല്ലാഹ് നല്ലൊരു കൾച്ചർ, ഒരു ഡ്രൈവിംഗ് കൾച്ചർ, നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു നല്ല കൾച്ചർ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഈ GPS എന്ന് പറയുന്ന ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റത്തിലൂടെ, ആ സാറ്റലൈറ്റ് 20ഓളം സാറ്റലൈറ്റുള്ള GNSS എന്ന് പറയുന്ന സംവിധാനങ്ങളിലൂടെ നമുക്ക് കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും അടുത്ത ഒരു ലോകം. തീർച്ചയായിട്ടും നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനിയും കൂടുതൽ വിശദാംശങ്ങളും അതോടൊപ്പം ഈ GPS-ലേക്ക് വന്നാലുള്ള കുഴപ്പങ്ങളും ഗുണങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവെക്കുമെന്ന വിശ്വാസത്തോടെ താഴെയുള്ള ആ കമന്റ് ബോക്സിൽ നിങ്ങളെ വലിയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താനം.